ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ടൂബീൻ്റെ വിശേഷങ്ങളാണ്. ടൂബി വാ, വേമ്പ വേമ്പ, വാ വാ വാ. എവിടെ പോയേ നീ? എവിടെ പോയേ ടൂബി? എവിടെ പോയേ? ടൂബീൻ്റെ വിശേഷം എന്താണെന്നല്ലേ? നമ്മുടെ ടൂബി പ്രഗ്നൻ്റ് ആണ്. കണ്ടോ ടൂബി? വേഗം കുടിക്കത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിച്ച് തുടങ്ങി. പ്രസവം എടുത്തു കഴിഞ്ഞാലാണ് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുക എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. 2 ദിവസത്തിനടുത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല അത്. അപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ 10-ാം തീയതിക്കുള്ളിൽ, ഇന്ന് 8-ആണ്, ഇന്നോ നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ പ്രസവത്തിൻ്റെ ഡേറ്റാണ്. 56-ാമത്തെ ദിവസമാവും 10-ാം തീയതി. ഈ ഡോഗിന് പ്രസവിക്കാൻ വേണ്ടി 60 ദിവസത്തിനുള്ളിലാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇതിന് മുന്നേ ക്രോസ് ചെയ്യിച്ചപ്പോൾ 56-ാമത്തെ ദിവസം പ്രസവിച്ചു. 10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ടൂബി തിന്നു ലാസ്റ്റത്തത്. നമ്മുടെ മനുഷ്യന്മാരെ പോലെയല്ല കേട്ടോ, ഒരു ദിവസം മൊത്തം വേണം. രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 2:30ക്കാണ് ലാസ്റ്റ് കുഞ്ഞിനെ ടൂബി പ്രസവിക്കുന്നത്. അപ്പോൾ റിസ്ക്കാണ്, അതിനെ നോക്കുന്നവർക്ക് റിസ്ക്കാണ്. അതിനും ഭയങ്കരമായിട്ട് അതിൻ്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. മൊത്തം പ്രസവിച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗർഭസമയത്ത് അതിനനുസരിച്ചിട്ട് അതിന് ഫുഡും കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യസ്ഥിതികളൊക്കെ നന്നായി നോക്കണം. മനുഷ്യനേക്കാൾ നന്നായി കെയറിങ് ചെയ്യണം. അതിന് നന്നായി സ്നേഹം കൊടുക്കേണ്ട സമയമാണിപ്പോൾ. എന്നാൽ മാത്രമേ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അത് തീർച്ചയാണ്. ഇല്ലെങ്കിൽ നാടൻ പട്ടികളെ പോലത്തെ കുഞ്ഞുങ്ങളെ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ടൂബിക്ക് കൊടുക്കുന്ന മരുന്ന് ഇപ്പോൾ രാവിലെ മുത്താറി കാച്ചിയതാണ്. അത് ഇന്ന് രാവിലെയും മടിയായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി അത് കഴിക്കുമ്പോൾ. അതും കുറച്ച് കഴിച്ചിട്ട് അപ്പ പോയി അങ്ങോട്ട് തന്നെ കിടന്നിട്ടുണ്ട്. അത് കഴിക്കുന്നില്ല, ഭക്ഷണമൊക്കെ കഴിക്കൽ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടൂബിക്ക് കൊടുക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. ഗർഭസമയത്ത് കൊടുക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ, കുറേ മരുന്നുകളൊക്കെ ഫസ്റ്റത്തെ മാസം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് ഫുഡ് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ടൂബിക്ക് കൊടുക്കുന്ന ഫുഡ്, ഡ്രൂട്ട്സിൻ്റെത്. അപ്പോൾ അത് വലിയ പാക്കറ്റാണ് അഡൽട്ട് ന്യൂട്രീഷൻ അഡൽട്ട് വലിയ പാക്കറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാക്ക് കൂടി ഫ്രീ കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു ബോക്സിലാക്കി കാറ്റ് തട്ടാതെ എടുത്തതിന് ശേഷം കാറ്റ് തട്ടാതെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിന് വൈറ്റമിൻസിൻ്റെ ഗുളികയുണ്ട്. പിന്നെ ഓസ്റ്റോപ്പറ്റി എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. പിന്നെ ഫോളിക് ആസിഡിൻ്റെ ഗുളിക. ഇത്രയും സംഭവമാണ് ടൂബിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ രാവിലെ 2 മുട്ട പ്ലേറ്റിൽ പൊട്ടിച്ച് പച്ച ഒഴിച്ച് കൊടുക്കും. പിന്നെ മുത്താറി പാലൊഴിച്ച് കൊടുക്കും. പിന്നെ കുളിപ്പിക്കുന്നില്ല ഇപ്പോൾ. ഫസ്റ്റത്തെ ഒരു മാസം കുളിപ്പിച്ചിരുന്നു. പിന്നീട് ഈ ഒരു മാസം, നമ്മൾ ലാസ്റ്റത്തെ മാസം കുളിപ്പിച്ചില്ല. ഇതിനെ തന്ന ആൾ പറഞ്ഞു ഇതിനെ കുളിപ്പിക്കാൻ പാടില്ല, കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുടയില്ലേ, അപ്പോൾ ആ ഇങ്ങനെ കുടയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇളക്കം തട്ടും. അപ്പോൾ നമ്മൾ കുളിപ്പിക്കലില്ല ഈ ഒരു മാസം. അതിന് പകരം എപ്പോഴും ചീകി കൊടുത്തിട്ട് ഇതാ ബിഗ് ബോസ് ഈ ഒരു പൗഡറാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൂബിയെ നോക്കണമെങ്കിൽ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ നോക്കേണ്ടതിനേക്കാളും എക്സ്പെൻസ് ആവുന്നുണ്ട്, നല്ല എക്സ്പെൻസ് ആവുന്നുണ്ട്. ഒരു ഡോഗിനെ ക്രോസ് ചെയ്യിച്ച് പ്രസവിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ആവുന്നുണ്ട്. ഡോഗിനെ ക്രോസ് ചെയ്യിക്കാൻ കൊടുക്കുന്നത് 3000 രൂപയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് കരാറ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ടൂബിനെ ചെയ്യിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ടൂബിക്ക് 4 വയസ്സായി. 4 വയസ്സിനുള്ളിൽ ഇപ്പോൾ 2ാമത്തെ ക്രോസിംഗ് ആണ്. വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ടൂബി പ്രസവിച്ച് കിട്ടിയാൽ വളരെ ഹാപ്പിയാണ്. ടൂബി 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 നിൻ്റെ വീഡിയോ എടുക്കട്ടെ? വീഡിയോ എടുക്കണ്ട. എന്തിനാ കിടന്നേ? എന്തിനു മാവച്ച് കിടന്നേ? എന്തിനു കിടന്നേ? എണീച്ചിരുന്നേ. ആ ഗുഡ്, നല്ല മോളാട്ടാ. എന്താ പറ്റിയേ? കിടന്നോ. അത് തേച്ച് കുടിച്ചേ, കുടിക്ക്. ഇത് കുടിച്ച.
വേഗം കുടിക്ക്, നല്ല വിട്ടായിട്ട് വേഗം കുടിക്കാതെ തികച്ചും കുടിക്ക്, തികച്ചും കുടിക്കണം കേട്ടാ, ഇതിൽ ക്ഷീണം വരുവേ, തികച്ചും കുടിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയാണ് വിശേഷം. ഇനി നമുക്ക് ടൂവിൻ്റെ പ്രസവത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.